ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വത്തിക്കാനിൽ നിസ്കാരമുറി. അച്ചോ, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ടാണ് വത്തിക്കാനിൽ മുസ്ലിംസിന് ഒരു നിസ്കാരമുറി മാർപ്പാപ്പ അനുവദിച്ചത്? മാർപ്പാപ്പ നിസ്കാരമുറി അനുവദിച്ചെങ്കിൽ ഇവിടെ കേരളത്തിൽ സ്കൂളുകളിൽ നിസ്കാരമുറി അനുവദിച്ചാൽ എന്താ കുഴപ്പം? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. ഇതുപോലുള്ള വാദഗതികൾ നാം പലതും കേട്ടിട്ടുണ്ട്. മാർപ്പാപ്പ അർപ്പിക്കുന്നത് ജനാഭിമുഖ കുർബാനയാണ്, ഞങ്ങൾക്കും അത് വേണം. മാർപ്പാപ്പയ്ക്ക് വെളുത്ത ലോഹയാണ്, ഞങ്ങൾക്കും വെളുത്ത ലോഹ വേണം എന്ന് ഇന്ത്യക്ക് പുറത്തുള്ള വൈദികർക്കും ആവശ്യപ്പെടാം. ഇന്ത്യയിൽ മാത്രമാണ് വൈദികർ വെളുത്ത ലോഹ ധരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് എല്ലാവിടെയും വൈദികർക്ക് കറുത്ത ലോഹയാണ്, മാർപ്പാപ്പയ്ക്ക് മാത്രമാണ് വെളുത്ത ലോഹ. അപ്പം മാർപ്പാപ്പയ്ക്ക് വെളുത്ത ലോഹയായതുകൊണ്ട് ഞങ്ങൾക്കും വേണം എന്ന് യൂറോപ്പിലെ വൈദികർക്കും മെത്രന്മാർക്കൊക്കെ വേണമെങ്കിൽ പറയാം. മാർപ്പാപ്പയ്ക്ക് സ്വന്തമായ രാജ്യമുണ്ട്, ഞങ്ങൾക്കും വേണം സ്വന്തം രാജ്യം. മാർപ്പാപ്പയ്ക്ക് ഒരു കുതിരയുണ്ട്, ഞങ്ങൾക്കും വേണം കുതിര. മാർപ്പാപ്പയ്ക്ക് പട്ടാളം പോലീസും ഉണ്ട്, ഞങ്ങൾക്കും വേണം പോലീസ്. ഇങ്ങനെ വാദിക്കുന്നതിന് അതിൻ്റെ പൊള്ളത്തരം ഞാൻ വിശദമാക്കേണ്ട കാര്യമില്ല. യൂറോപ്പിലെ വിമാനത്താവളങ്ങളിൽ കടക്കാനായിട്ട് സുരക്ഷാ പരിശോധനയില്ല. നമുക്ക് ഇന്ത്യയിൽ നിന്ന് വേണമെന്ന് പറഞ്ഞ് ശരിയാകുമോ? ഒരൊറ്റ വിമാനത്താവളം ബാക്കിയുണ്ടാവില്ല. അപ്പോൾ ഇത് മറ്റൊരു സ്ഥലത്ത് നടന്ന കാര്യം അപ്പാടെ നമ്മുടെ രാജ്യത്ത് വേണം, നമ്മുടെ സ്കൂളിൽ വേണം, ആ പറയുന്നതിനകത്തൊന്നും വലിയ കഥയില്ല. നമുക്കിനി ഈ വത്തിക്കാനിലെ നിസ്കാരമുറിയിലേക്ക് പോകാം. വത്തിക്കാനിലെ അപ്പസ്തോലിക ഗ്രന്ഥാലയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അപ്പസ്തോലിക് ലൈബ്രറി. അവിടെ സന്ദർശിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർക്ക് നിസ്കരിക്കാനായിട്ട് ഒരു മുറി അനുവദിക്കാമോ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കാർപ്പറ്റ് അടക്കമുള്ള ഒരു മുറി പ്രാർത്ഥിക്കാനായിട്ട് മുസ്ലിം പണ്ഡിതന്മാർക്ക് പ്രാർത്ഥിക്കാനായിട്ട് അനുവദിച്ചു കൊടുത്തു. ഇറ്റാലിയൻ ന്യൂസ് പേപ്പർ ലാ റിപ്പബ്ലിക്ക എന്ന പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ലൈബ്രറിയുടെ വൈസ് പ്രസിഡൻ്റായ ഫാദർ ജിയാക്കോമോ കർദിനാളി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിസ്കരിക്കാനായി കാർപ്പറ്റുള്ള ഒരു മുറി അനുവദിക്കാമോ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ചോദിച്ചു. ഈ വത്തിക്കാനിലെ അപ്പസ്തോലിക ഗ്രന്ഥാലയത്തിൽ അത് അനുവദിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥാലയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കത്തോലിക്ക സഭയുടെ ധിഷണാ കേന്ദ്രം, ബൗദ്ധിക കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ പുസ്തകാലയം ഇപ്പോൾ കാണുന്ന രൂപത്തിൽ അത് 1451 സ്ഥാപിതമായത്. 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ കയ്യെഴുത്ത് പ്രതികളും മറ്റതൊക്കെ നമ്മൾ സൂക്ഷിച്ചിരുന്നു. പല സ്ഥലത്തായിട്ട് ലാറ്ററൻ ബസിലിക്കയിൽ സൂക്ഷിച്ചിരുന്നു, വത്തിക്കാനിൽ സൂക്ഷിച്ചിരുന്നു, പല സ്ഥലത്തായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഗ്രന്ഥാലയം അല്ലെങ്കിൽ പുസ്തകാലയം അത് രൂപപ്പെട്ടത് 1451 നിക്കോളസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ കാലത്താണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ പല കയ്യെഴുത്ത് പ്രതികളും വളരെ വിലപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഗ്രന്ഥാലയം. ക്രിസ്തുമതത്തിൻ്റെത് മാത്രമല്ല, ലോക മതങ്ങളുടെ തന്നെ ധാരാളം കയ്യെഴുത്ത് പ്രതികൾ, ജപ്പാനിലെ പൂർവ്വ ഗോത്രമതങ്ങളുടെ ചില കയ്യെഴുത്ത് പ്രതികളൊക്കെ വത്തിക്കാനിലിരിപ്പുണ്ട്. ചുരുങ്ങിയത് 80,000 കയ്യെഴുത്ത് പ്രതികളെങ്കിലും വത്തിക്കാനിലുണ്ട്. അതിൽ പുരാതനമായ ഖുറാൻ്റെ കോപ്പിയുണ്ട്. ഒരുപക്ഷെ മുസ്ലിംസിൻ്റെ കയ്യിലില്ലാത്ത അതിനേക്കാളും പുരാതനമായ ഖുറാൻ്റെ കോപ്പി വത്തിക്കാൻ ലൈബ്രറിയിലുണ്ട്. അവിശ്വസനീയമായ വിധത്തിൽ പുരാതനമായത്. 100,000-ലധികം ശിലാലിഖിതങ്ങൾ അവിടെയുണ്ട്. ഏബ്രഹാം ലിങ്കൻ്റെ കത്ത്, ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരുടെ രാജ്ഞിമാരുടെ കത്തുകൾ, ഹെൻറി 8 പുള്ളിയെ സഭയിൽ നിന്ന് പുറത്താക്കുമായി ബന്ധപ്പെട്ട രേഖകൾ, മാർട്ടിൻ ലൂതർ സഭയിൽ നിന്ന് പുറത്താക്കുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇങ്ങനെ എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മ്യൂസിയങ്ങളിൽ, മ്യൂസിയം പറഞ്ഞാൽ വത്തിക്കാൻ മ്യൂസിയം, ലൂവറെ മ്യൂസിയം, ഇപ്പോൾ ഈ കളവ് നടന്ന ഫ്രാൻസിലെ ബ്രിട്ടീഷ് മ്യൂസിയം, പിന്നെ ഇസ്രായേലിലെ ഹീബ്രു മ്യൂസിയം. ലൈബ്രറികൾ പറഞ്ഞാലും ബ്രിട്ടീഷ് ലൈബ്രറി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ വിലപ്പെട്ട ഒരു സംഗതിയാണ് വത്തിക്കാൻ ലൈബ്രറി. ഈ അലമാരകളുടെ സ്പേസ്, അലമാരകളും കൂട്ടിയിരുന്ന കാര്യമല്ല പറഞ്ഞത്, അതിൽ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നതും ഈ രേഖകൾ സൂക്ഷിക്കുന്ന സ്പേസ് അത് മാത്രം വളർന്നാൽ 85 കിലോമീറ്ററിലധികം വരും. 85 കിലോമീറ്റർ ഈ അലമാരികളുടെ സ്പേസിൽ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന തട്ടുകളടക്കം അത് മൊത്തം കണക്ക് കൂട്ടിയാൽ 85 കിലോമീറ്റർ, അങ്കമാലിയിൽ നിന്ന് കോട്ടയം വരെയുള്ള കിലോമീറ്റർ ഏകദേശം. കാറ്റലോഗ് തന്നെ, ഈ ലൈബ്രറിയുടെ കാറ്റലോഗ് തന്നെ 35,000 വോള്യങ്ങളാണ് കാറ്റലോഗ്.
ഇപ്പം അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചും ഡിജിറ്റലൈസേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വത്തിക്കാനിലെ ഗ്രന്ഥാലയം കൂടാതെ രേഖാലയമുണ്ട്, ആർക്കൈവ്സ്. രണ്ടും തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ട് മുതലാണ് ഈ വേർതിരിവ്. 19-ാം നൂറ്റാണ്ട് മുതൽ അവിടേക്കും പ്രവേശനം അനുവദിക്കുന്നുണ്ട്. എങ്കിലും നിരവധി കടമ്പകൾ കടന്നേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ചില വ്യവസ്ഥകളുണ്ട്. ഇവിടേക്ക് എല്ലാവർക്കും കടക്കാൻ പറ്റില്ല. ഒന്ന്, അവർ വിദഗ്ധരും പണ്ഡിതരുമാണെന്ന രേഖകൾ വേണം. അത് തെളിയിക്കാനുള്ള രേഖകൾ വേണം. ഈ വായനക്കാരുടെ പാസ് എടുക്കുമ്പോൾ അതെല്ലാം കൊടുക്കണം. ഏത് മേഖലയിലാണ് ഗവേഷണം നടത്തുന്നതെന്ന് തെളിയിക്കുന്ന രേഖ വേണം. ഈ രേഖാലയത്തിൽ കടക്കണമെങ്കിൽ 75 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ രേഖാലയത്തിൽ കടക്കണമെങ്കിൽ അതെല്ലാം വായിക്കാനായിട്ടുള്ള അറിവുണ്ടെന്ന് മുൻകൂട്ടി അവർക്ക് അറിഞ്ഞാലേ അങ്ങോട്ട് കടത്തുള്ളൂ. വിനോദസഞ്ചാരികൾ കടക്കാൻ അനുവാദമില്ല. പിന്നെ തിരിച്ചറിയൽ രേഖ തന്നെ പോലീസിൻ്റെ ഓഫീസിൽ കാണിക്കണം, അവിടെ വെക്കണം. ഓരോ പോയിന്റിലും സ്വിസ് ഗാർഡിൻ്റെ പരിശോധനയുണ്ട്. ഒരുപാട് രഹസ്യങ്ങളുണ്ട് അല്ലേ, സീക്രട്ട് ഉണ്ടെന്നാണ് വത്തിക്കാനിൽ നിന്ന് പറയുക. ആ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പുറത്ത് അറിയിക്കാൻ പറ്റാത്ത സീക്രട്ട് അങ്ങനത്തെ അല്ല. വ്യക്തിപരമായ രേഖകളെയാണ് ഉദ്ദേശിക്കുന്നത്, വ്യക്തികളെ സംബന്ധിക്കുന്ന. ഇപ്പോൾ ഗാലിലോയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട രേഖകൾ ഇല്ലേ, ഗാലിലോയെ വിചാരണ ചെയ്ത അതിൻ്റെ രേഖകൾ അവിടെയുണ്ട്. മാർട്ടിൻ ലൂഥർ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അദ്ദേഹമായിട്ടുള്ള കറസ്പോണ്ടൻസിൻ്റെ രേഖകൾ, ഹിറ്റ്ലറിൻ്റെ നാസിപ്പടയെ വത്തിക്കാൻ സഹായിച്ചു, ഹിറ്റ്ലറിനെ സഹായിച്ചു എന്നുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ രേഖകൾ പരിശോധിക്കാൻ ചരിത്രകാരന്മാർക്ക് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ വല്ലതും ചെയ്തിട്ടുണ്ട് രഹസ്യമായിട്ടോ നിങ്ങൾ അറിയാതെ വല്ലതും ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ ചരിത്രകാരന്മാർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് ജോൺ പോൾ രണ്ടാമൻ്റെ കാലത്ത്. അപ്പോൾ അതെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ 2012 മുതലാണിത് ഡിജിറ്റലൈസേഷൻ തുടങ്ങിയത്. ഈ രേഖകളൊക്കെ 41,000 ദശലക്ഷം പേജുകൾ ഇതുവരെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടുണ്ട്. 41,000 ദശലക്ഷം. അപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ, അതും ഇതുവരെ ലൈബ്രറി 25% ആയിട്ടുള്ളൂ 2012 തുടങ്ങിയിട്ട്. അതേസമയം ഓരോ മാസവും 100-ലധികം സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് ഈ ലൈബ്രറി. 100-ലധികം സുരക്ഷാ ഭീഷണി, കളവ്, ഹാക്കിങ്, സൈബർ അറ്റാക്ക്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകാം. നശിപ്പിക്കലുണ്ടാകാം, കളവുണ്ടാകാം, പലതും വരാം. ഈ ഒരു സ്ഥലവും പ്രശ്നങ്ങളിൽ നിന്ന് തീർത്തും മുക്തമല്ല ഈ ലോകത്ത്, ഒരു സ്ഥലവുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മുസ്ലിം പണ്ഡിതന്മാർക്കൊക്കെ തുറന്നു കൊടുത്താൽ അത് നശിപ്പിക്കപ്പെടുകയില്ലേ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ, തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് അവിടെയും എല്ലാവരുടെ മനസ്സിലുണ്ട്. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് മാർപ്പാപ്പയും വത്തിക്കാനും വിചാരിക്കുന്നുണ്ട്. മതാന്തര സംവാദങ്ങൾ നടക്കുന്നു, മാനുഷിക സാഹോദര്യത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കണം. അപ്പോൾ വത്തിക്കാൻ ചെയ്തത് ശരിയാണെന്ന് ഒരു പക്ഷവും, ഇത്രയും വേണ്ടായിരുന്നു, ഇതൊരു റിസ്ക്കാണ് എന്ന് വിചാരിക്കുന്ന മറുപക്ഷവുമുണ്ട്. ഈ അലക്സാണ്ട്രിയയിൽ വെച്ചിട്ടാണ് ഹീബ്രു ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തത്. അവിടെ വലിയൊരു യഹൂദ കോളനി ഉണ്ടായിരുന്നു. അവിടെയുള്ള യഹൂദ പണ്ഡിതന്മാരാണ് ഈ ഗ്രീക്കിലേക്ക് ഹീബ്രു ബൈബിൾ തർജ്ജമ ചെയ്തത്. അലക്സാണ്ട്രിയയിലെ ലൈബ്രറി ആയിരുന്നു അക്കാലത്തെ പ്രാചീന ലൈബ്രറികൾ ഏറ്റവും വലുത്. അത് തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. അത് നശിപ്പിച്ചത് മുസ്ലിംസ് ആണ് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്, അതല്ലെന്നും മറിച്ചൊരു വ്യാഖ്യാനമുണ്ട്. ഏതായാലും അത്രയും വലിയ ലൈബ്രറി നശിപ്പിക്കപ്പെട്ട ചരിത്രമുണ്ട്. നമ്മുടെ ബേത്ലഹം, കർത്താവ് ജനിച്ച ബേത്ലഹമിൽ ആ ഗുഹ നമുക്ക് കാണാൻ പറ്റില്ല, നശിപ്പിക്കുകയായിരുന്നു. അതായത് ക്രിസ്തു മതത്തെ പാടെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അന്നത്തെ റോമാ ചക്രവർത്തിമാരുടെ നേതൃത്വത്തിൽ ചെയ്തതാണത്. എന്നിട്ട് അത് നശിപ്പിക്കപ്പെട്ടില്ല. ടൈറ്റസ് എന്ന് പറഞ്ഞ റോമൻ ജനറൽ, വെസ്പാസിയൻ്റെ മകൻ, വെസ്പാസിയൻ ചക്രവർത്തിയായിട്ട് നീറോ മരിച്ചു കഴിഞ്ഞപ്പോൾ 64 വെസ്പാസിയൻ പാലസ്തീനായിൽ യുദ്ധം മുന്നണിയിലായിരുന്നു. വെസ്പാസിയൻ റോമയിലേക്ക് തിരിച്ചു പോയി മകനെ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു ടൈറ്റസ്. ആ ടൈറ്റസ് ജെറുസലം ദേവാലയം കത്തിച്ചു, ഒലിവ് തോട്ടം എന്ന് പറയുന്ന ഗെറ്റ്സ്മൻ തോട്ടം കത്തിച്ചു, അന്നത്തെ മരങ്ങളൊക്കെ കത്തിപ്പോയി. എന്നിട്ടും യേശു അന്ത്യത്താഴം കഴിച്ച ആ വലിയ സജ്ജീകൃതമായ വലിയ മാളിക മുറി അത് കത്തിപ്പോയില്ലേ, അതിപ്പോഴും ഉണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട്, പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അതായത് സീറോ മലബാർ സഭ, സുറിയാനി കത്തോലിക്കർ, അവർ നെസ്റ്റോറിയൻസ് ആണ്. അതായത് ലത്തീനിൽ നിന്ന് വ്യത്യസ്തമായതെല്ലാം നെസ്റ്റോറിയൻ എന്ന് പറഞ്ഞ് പരത്തിയിട്ട് കത്തോലിക്കരാക്കാൻ വേണ്ടി എന്ന മട്ടിൽ ഉദയംപേര് സൂനോദോസ് വിളിച്ചിട്ട് എന്തെല്ലാം രേഖകൾ നശിപ്പിക്കപ്പെട്ടു, എന്തെല്ലാം കാര്യങ്ങൾ നശിപ്പിച്ചു. എന്നിട്ട് നമ്മൾ നശിച്ചില്ലാണ്ടായില്ല. അപ്പം അതുകൊണ്ട്
നമ്മൾ അങ്ങനെ വല്ലാതെ ബേജാറാവേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ മാനുഷികമായ എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. അതേസമയം ഒരു റിസ്ക് ഫാക്ടർ എല്ലാവിടെയും ഉണ്ട്. ഒരു റിസ്ക് ഫാക്ടർ എല്ലാവിടെയും ഉണ്ട്. അതിപ്പോൾ ഈ മെക്കയിലും മദീനയിലും ഒക്കെ ഈ ബോംബ് വന്ന് വീഴാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനൊക്കെ ഇല്ലേ? അവിടെയും ഇല്ലേ? അപ്പോൾ എല്ലാവിടെയും ഉണ്ട് അത്. അപ്പോൾ നമ്മൾ അമിതമായ ഒരു ഉത്കണ്ഠ ആവശ്യമില്ല. എങ്കിലും ഈ പറഞ്ഞ പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ട് താനും. ഇനി ഇതിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ചോദിക്കുന്നത് മാർപ്പാപ്പാടെ അനുവദിച്ചെങ്കിൽ നമുക്ക് എവിടെയും വേണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, കന്യകാമറിയം തട്ടമിട്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ ഹിജാബ് അതായത് ഈ ശിരോവസ്ത്രം നിഷേധിക്കുന്നത് എന്തിനാണ്? കന്യാസ്ത്രീകന്മാർക്കും ഉണ്ടേ ശിരോവസ്ത്രം ഇല്ലേ? കന്യകാമറിയത്തിനില്ലേ? കഥ അറിയാതെ ആട്ടം കാണുന്നതെന്നാണ് എനിക്ക് കൊടുക്കാനുള്ള മറുപടി. തട്ടമോ ശിരോവസ്ത്രമോ ഹിജാബോ ഈ കന്യാസ്ത്രീകളുടെ വെയിലോ ഇല്ലേ, ആ വെയിലോ ഹിജാബോ തട്ടമോ ശിരോവസ്ത്രമോ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? എത്രയോ കത്തോലിക്ക സ്കൂളുകളിലാണ്, എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളിലാണ്, ഹിന്ദു സ്കൂളുകളിലാണ് തട്ടമിട്ട് സ്കൂളിൽ പോകാലോ, കുട്ടികൾക്ക് ശിരോവസ്ത്രം ഇട്ട് പോകാലോ. പള്ളുരുത്തിയിലേത് വേറെ വിഷയമാണ്. പള്ളുരുത്തിയിൽ എന്താണ്, അവിടുത്തെ സ്കൂൾ യൂണിഫോമിൽ ഇത് അനുവദിക്കുന്നില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയമാവലിയെല്ലാം പഠിച്ച് അറിഞ്ഞ് അവിടെ അഡ്മിഷൻ എടുത്തു. 4-5 മാസം ഒരു പ്രശ്നമില്ലാതെ പോയി. പിന്നെ ഒരു ദിവസം തട്ടമിടണമെന്ന് പറഞ്ഞു വന്നു. അതും ഇതും ഒരുപോലെയാണോ? തട്ടമിടുന്നതിനെ കുറിച്ചാണോ പള്ളുരുത്തിലെ വിഷയം? അല്ല. അവിടുത്തെ യൂണിഫോമിൽ തട്ടം പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് അംഗീകരിച്ചിട്ടാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളോട് അഡ്മിഷൻ എടുത്തത്. 4-5 മാസം ഒരു തട്ടമിടാതെ പോവുകയും ചെയ്തു. പിന്നെ തട്ടമിടാൻ വേണ്ടി ഒരു പ്രശ്നവും മറ്റു വന്നപ്പോൾ അത് തട്ടമിടുന്നതിൻ്റെയോ ശിരോവസ്ത്രം ധരിക്കുന്നതിൻ്റെയോ ഹിജാബിൻ്റെയോ വിഷയമല്ലല്ലോ. അത് ധരിക്കാൻ പറ്റുന്ന എത്രയോ സ്കൂളുകളുണ്ട്. കത്തോലിക്ക സ്കൂളുകളുണ്ട്, ഹിന്ദു സ്കൂളുകളുണ്ട്, ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട്, NSSND ഉണ്ടാവുമായിരിക്കാം, SNDP ഉണ്ടാവുമായിരിക്കാം, മറ്റ്. അപ്പം തട്ടമോ ശിരോവസ്ത്രമോ ഒന്നും അല്ല പ്രശ്നം. ഇത് മന്ത്രിയോ കുഞ്ഞാലിക്കുട്ടിയോ ഒക്കെ പറയുന്നതല്ല അവിടുത്തെ പ്രശ്നം. ആ സ്കൂളിലെ യൂണിഫോം അനുസരിച്ച് അവിടെ അനുവാദമില്ലെന്ന് ഈ കുട്ടിക്ക് അറിയാമായിരുന്നു, കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു, അവരുടെ കൂടെ വന്ന മറ്റ് പ്രശ്നമുണ്ടാക്കാൻ വന്നവർക്കൊക്കെ അറിയാമായിരുന്നു. അപ്പം മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വന്നതാണ് പ്രശ്നം അവിടുത്തെ. അല്ല തട്ടമിടുന്ന പ്രശ്നമോ ഹിജാബ് ഇടുന്ന പ്രശ്നമോ അല്ല. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം തട്ടമിട്ടല്ലേ ഇരിക്കുന്നതെന്ന ചോദ്യം ഇവിടെ പ്രസക്തമല്ല. ഈ സ്കൂളിൽ തന്നെ ചില ഫോട്ടോസ് ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് ബുർക്കയിട്ട ടീച്ചർമാരെ കണ്ടു, തട്ടമിട്ട ടീച്ചർമാരെ കണ്ടു, ഈ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീമാരെ കണ്ടു. അതൊന്നുമല്ലേ വിഷയം. അവിടുത്തെ യൂണിഫോമിൽ അനുവദിക്കാത്ത സംഗതി അത് അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് അഡ്മിഷൻ എടുത്തവർ അത് വേണമെന്ന് വാദിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് നിയമങ്ങളെല്ലാം അംഗീകരിച്ചിട്ട് പ്രവേശനം കിട്ടുന്നു, കിട്ടിക്കഴിഞ്ഞിട്ട് സ്വഭാവം മാറ്റുന്നു, അല്ലെങ്കിൽ സ്വഭാവം മാറ്റാൻ വേണ്ടി പ്രവേശനം നേടുന്നു. അതെല്ലാം ക്രൂരമായ അജണ്ടയുടെ ഭാഗമാണ്. അത് സംഭവിച്ചതാണ് നമ്മൾ എതിർക്കാൻ കാരണം. എത്രയോ കത്തോലിക്ക സ്കൂളുകളിലും ക്രിസ്ത്യൻ സ്കൂളുകളിലും അറബി പഠിപ്പിക്കുന്നു. ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ലാംഗ്വേജാണ് ഈ അറബി. ഇപ്പോഴും അറബി നാട്ടിലെ ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ളാഹു എന്നാണ് വിളിക്കണേ. അള്ളാഹു ദൈവത്തിൻ്റെ പേരല്ല. അറബിയിൽ ദൈവം എന്ന വാക്കില്ലേ, ദൈവം എന്ന വാക്കിന് അറബിയിലെ വാക്കാണ് അള്ളാഹ്. അല്ലാതെ അത് ഇസ്ലാമിന് ദൈവനും ദൈവമൊന്നുമല്ല, അറബി ഭാഷയിലെ വാക്കാണത്. അതിന് ഏകസത്യ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവം എന്ന വാക്കിന് അറബിയുള്ള വാക്കാണ് അള്ളാഹ്. ദൈവത്തിൻ്റെ പേര് ഒന്നേ ഉള്ളൂ, അത് യാഹ്വയാണ്. ദൈവം എന്ന വാക്കിന് അറബിയിലുള്ള വാക്കാണ് അള്ളാഹ്. അറബി നാട്ടിൽ നിന്ന് പത്രോസ് ലീഗായുടെ പെന്തക്കോസ്ത പ്രസംഗം കേൾക്കാൻ അറബി നാട്ടിൽ നിന്ന് ആളുകൾ വന്ന കാര്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ അധ്യായം ലീഗന്മാർ നടപടി. അത് മുസ്ലിംസ് അല്ലല്ലോ. മുസ്ലിംസ് ഉണ്ടാകുന്ന 7-ാം നൂറ്റാണ്ടിലല്ലേ. ഇതും അതിന് 700 കൊല്ലങ്ങൾക്ക് മുമ്പ് അറബികൾ പെന്തക്കോസ്ത പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സ്ലീഹന്മാർ നടപടി വായിച്ചു നോക്കിയാൽ ഞാൻ അതേക്കുറിച്ച് 2 ആഴ്ച മുമ്പ് ക്ലാസ് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അറബി പഠിപ്പിക്കുന്ന നമ്മുടെ സ്കൂളുകളിൽ വല്ല കുഴപ്പമുണ്ടോ? അറബി ടീച്ചർമാരുണ്ട്. തട്ടുമിട്ടല്ലേ അവർ പല ടീച്ചർമാരും വരുന്നത് നമ്മുടെ സ്കൂളുകളിൽ, കത്തോലിക്ക സ്കൂളിലും ക്രിസ്ത്യൻ സ്കൂളുകളിലും ഒക്കെ. അപ്പോൾ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എത്രയോ സ്കൂളുകളിലാണ് മുസ്ലിം ടീച്ചർമാരുള്ളത്. അവിടെ വല്ല വിവേചനമോ വേർതിരിവോ നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം തട്ടമിട്ടതോ ഒരു കഷ്ണം തുണി ചുറ്റിയതോ ഇതൊന്നും അല്ല പ്രശ്നം. പള്ളുരുത്തി സ്കൂളിലെ പ്രശ്നം എന്ന് പറയുന്നത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അഡ്മിഷൻ എടുക്കുകയും കുട്ടിയുടെ മാതാപിതാക്കളും മാത്രം വരേണ്ട ഒരു ഇഷ്യൂ ഈ മറ്റുള്ള ഈ മത തീവ്രവാദ എലമെൻസുമായിട്ട് വരികയും
അതിന് പിന്നെ പരാതിയുമായിട്ട് മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനെ പോകുകയും അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിൽ നിഗൂഢമായ ക്രൂരമായ ഒരു അജണ്ടയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് ക്രിസ്തീയ സഭ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുകയും ചെയ്തു. അത് തട്ടമിടുന്നതിനെ കുറിച്ചല്ല, സ്കൂളിലെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ, ആ നിയമങ്ങൾ മാറ്റണമെന്നും പറഞ്ഞ് വന്ന അവരുടെ ഉദ്ദേശശുദ്ധി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എതിർത്തത്. റോമ നഗരത്തിൽ 930 പള്ളികളുണ്ട്. റോമ നഗരത്തിൽ 30ഓളം മോസ്കുകളുണ്ട്. എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്ന് അവിടെയാണ്. 12,000 പേർക്ക് മാറ്റി ഇരിക്കാവുന്ന ഒരു മോസ്ക്, പ്രാർത്ഥിക്കുന്ന ഒരു മോസ്ക് റോമയിലുണ്ടെന്ന് എൻ്റെ അറിവ്. ഞാൻ ഒരു 5-10 പ്രാവശ്യം ഞാൻ റോമയിൽ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ മോസ്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഈ മോസ്കൊക്കെ അനുവദിച്ചിട്ടുള്ള സമയത്ത് മതാന്തര സംവാദങ്ങൾക്ക് മാർപ്പാപ്പമാർ മുൻകൈ എടുക്കാറുണ്ട്. അങ്ങനെ മുൻകൈ എടുക്കുന്ന കൂട്ടത്തിൽ സൗദി അറേബ്യയിൽ ഒരു പള്ളി സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചെങ്കടലിലെ ഏറ്റവും വടക്കേ അറ്റത്ത് നിയോം എന്നും പറയുന്നത് കേൾക്കുന്നു. നിയോം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ഒരു പ്ലാൻഡ് സിറ്റി 2017 അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. 2030 അതിൻ്റെ പണി തീരുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. തീരില്ല, 2035 ആവുമെന്നൊക്കെ പറയുന്നു. ഏതായാലും അവിടെ 26,500 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിലാണ് ഈ സിറ്റി പണിയണേ. 26,500 സ്ക്വയർ കിലോമീറ്റർ. ചിന്തിച്ചോക്കൻ, ഒരു പ്ലാൻഡ് സിറ്റിയാണ്. അതായത് മോശെ ചെങ്കടലിൽ കടന്നെന്ന് വിച്ഛേദിക്കുന്ന ഏതാണ്ട് ആ അറ്റത്തായിട്ടാണ്. അവിടെ ഇങ്ങനെ ഒരു നെയോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാൻഡ് സിറ്റി, അവിടെ കത്തോലിക്ക പള്ളി അനുവദിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏത് വർഷം ഞാൻ കൃത്യം ഓർക്കുന്നില്ല, 2018 ശേഷമാണ് UAE ഞാൻ എല്ലാ എമിറേറ്റ്സിലും ധ്യാനിപ്പിക്കുകയും ക്ലാസ് എടുക്കാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അബുദാബിയിൽ മെത്രാസന മന്ദിരത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. UAE സകല പള്ളികളെയും അച്ഛന്മാരുണ്ടായിരുന്നു. ഞാനവിടെ ധ്യാനിപ്പിക്കാൻ പോയതുകൊണ്ട് ഞാനുണ്ടായിരുന്നു. അന്ന് ബിഷപ്പ് ചർച്ച ചെയ്യുകയുണ്ടായി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ സൗദി അറേബ്യയിൽ ഒരു പള്ളി നമുക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ പണിയുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൻ്റെ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പള്ളി പണിയാൻ തീരുമാനമായിട്ടൊന്നും ഇപ്പോഴും എനിക്കറിയില്ല. അങ്ങനെ പള്ളി പണിയുന്നതായിട്ട് നമുക്ക് പേടിയുണ്ട്. ഈ എല്ലാ സുരക്ഷിതമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പേടിയുണ്ട്. പക്ഷേ റോമിൽ മോസ്കുകളൊക്കെ അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയിൽ ഇതുവരെ നമുക്ക് കത്തോലിക്ക പള്ളിയില്ല. അവിടെ കത്തോലിക്ക പള്ളി പണിയാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മതാന്തര സംവാദങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാകണം ഈ വത്തിക്കാൻ ലൈബ്രറിയുടെ അടുത്തായിട്ട് ഒരു മുറി നിസ്കരിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരായിരിക്കണം, വിദഗ്ധരായിരിക്കണം. അവർക്ക് ഈ ഭാഷകൾ വായിക്കാനായിട്ട് പറ്റുന്ന ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരുപാട് വ്യവസ്ഥകൾ വെച്ചിട്ടാണ് 75 വയസ്സ് പ്രായമാകണം, രേഖാലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ. അങ്ങനെയുള്ള ഒരുപാട് വ്യവസ്ഥകൾ വെച്ചിട്ടാണ് അവരോട് ഈ മുസ്ലിം പണ്ഡിതന്മാർ പോകുന്നത്. അവർക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് ഈ മുറി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മുറി അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് ചില ധാരണകൾ ഉണ്ടാകാം. അത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അത് സമയമാവും വെളിപ്പെടുമായിരിക്കും. സാധാരണഗതിയിൽ ഒരു കാര്യം ഇല്ല, ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പോലെ ഒരു കാര്യം അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ തിരിച്ചൊരു കാര്യം ഇങ്ങോട്ട് ചെയ്യാറുണ്ട്. റോമായിൽ മോസ്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയിൽ പള്ളിക്കുള്ള ഒരു സാധ്യത തെളിയുന്നു. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ലാതെ അതേക്കുറിച്ച് പേടിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോട്ടെ, ഇനി നമ്മുടെ നാട്ടിലേക്ക് വരിക. വത്തിക്കാനിൽ നിസ്കാര മുറിയെങ്കിൽ ഇവിടെ എന്ന് ചോദിച്ചല്ലോ. ഈ നമ്മുടെ നാട്ടിൽ ഒന്നാമത്തെ എല്ലാ നാട്ടിലെ കാര്യങ്ങളും ഒരുപോലെ കണക്കാക്കരുത്. ഓരോ നാടിൻ്റെയും സാഹചര്യങ്ങളും കണക്കാക്കണം. വത്തിക്കാനിലും മാർപ്പാപ്പും ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോ നാടിൻ്റെയും സാഹചര്യം അനുസരിച്ച് മാർപ്പാപ്പ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് വാദിക്കുന്നത് അത് തെറ്റായ ബോധമില്ലാത്ത ഒരു ആർഗ്യുമെൻ്റാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഒരു നിസ്കാരം മുറി അനുവദിക്കണ്ടയോ ഇങ്ങനെ ചോദ്യം വന്നാൽ വത്തിക്കാൻ്റെ കാര്യമൊക്കെ വിട്, അതൊക്കെ ആ സാഹചര്യമല്ലല്ലോ കേരളത്തിൽ. നമുക്കെന്ത് തീരുമാനിക്കാൻ പറ്റും? ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം പറയുകയാണ്. ഞാൻ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാനൊരു നിർദ്ദേശം പറയുകയാണ്. മുസ്ലിം സഹോദരങ്ങൾക്ക് ഒരു നിസ്കാരമുറി നമ്മുടെ സ്കൂളുകളിലോ കോളേജിലോ അനുവദിക്കണമെങ്കിൽ തിരിച്ചൊരു കാര്യം അവരും കൂടി ചെയ്യണം. മുസ്ലിം സഹോദരന്മാർ നടത്തുന്ന സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും ഒരു ചാപ്പല്, ഒരു കപ്പേള നമുക്ക് കത്തോലിക്കർക്ക് അനുവദിക്കണം. അപ്പോൾ അവരൊരു ചാപ്പൽ നമുക്ക് അനുവദിക്കുമെങ്കിൽ നമുക്കൊരു നിസ്കാരമുറി അവർക്ക് അനുവദിച്ചു കൊടുക്കാം. ഇപ്പോൾ യൂറോപ്പിലെ എല്ലാ എയർപോർട്ടിലും പള്ളിയുണ്ട്. ഞാനിവിടുന്ന് പോകുമ്പോഴൊക്കെ എയർപോർട്ടിൽ കുർബാന അർപ്പിച്ചിട്ടാണ് പോകുന്നത്.
അത് നമുക്ക് ബുക്ക് ചെയ്യാം. അവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛൻ നമുക്ക് തുറന്നു വരും. എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് ഒരു കുർബാന അർപ്പിക്കാൻ. നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ നിസ്കാരമുറിയുണ്ട്. ചാപ്പലും വേണമെങ്കിൽ കിട്ടും. അത് നമ്മൾ ചോദിക്കണം. അതിന് അതിൻ്റെ സാമ്പത്തിക രീതികൾ എനിക്കറിയില്ല. ഏതായാലും യൂറോപ്പിലെ എല്ലാ എയർപോർട്ടുകളിലും കത്തോലിക്ക പള്ളിയുണ്ട്. അവിടെ ഒരു അച്ഛനുണ്ട്. മിലിറ്ററിയിൽ സേവനം ചെയ്യാനായിട്ട് ചാപ്ലന്മാരുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ മുസ്ലിം സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ ഒരു ചാപ്പൽ നമുക്ക് അനുവദിക്കുക. അങ്ങനെയാണെങ്കിൽ നിസ്കാരമുറി അനുവദിക്കാമെന്ന്. അങ്ങനെയാണല്ലോ ഒരു പാലം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് നമ്മുടെ കത്തോലിക്ക കുട്ടികൾ, മുസ്ലിംസിന് നിസ്കാരം 5 പ്രാവശ്യമേ ഉള്ളൂ ദിവസത്തിൽ. ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾക്ക് 7 പ്രാവശ്യമാണ്. യാമപ്രാർത്ഥനകൾ 7 എണ്ണമാണ്. അതിൽ സ്കൂൾ സമയത്ത് വരണം 2 എണ്ണം എങ്കിലും ഉണ്ട്. 12 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ചൊല്ലുന്ന എന്താന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാമപ്രാർത്ഥനയുണ്ട്. 12 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ്. അപ്പോൾ സ്കൂളിലെ സമയത്ത്, ചെറിയ സമയത്ത് കിട്ടില്ലേ, കുട്ടികൾക്കത് പരിശീലിപ്പിക്കണം. കത്തോലിക്ക കുട്ടികളെയും ക്രിസ്ത്യാനി കുട്ടികളെയും ഈ എന്താന എന്ന് പറയുന്ന ഉച്ചയ്ക്ക് 12 മണിക്ക് 3 മണിക്ക് ഇടയ്ക്ക് ചൊല്ലുന്ന യാമപ്രാർത്ഥന ചൊല്ലാൻ പരിശീലനം കൊടുക്കുക. അവർ ഈ ചാപ്പലിൽ പോയി ചൊല്ലട്ടെ. അല്ലെങ്കിൽ 3 മണിക്ക് 6 മണിക്ക് ഇടയ്ക്ക് ചൊല്ലാനുള്ളതാണ് ദ് ബസ്ഷ ഷായിൻ എന്ന് പറയുന്ന യാമപ്രാർത്ഥന. ദ് ബസ്ഷ ഷായിൻ അത് 3 മണിക്ക് 6 മണിക്കുള്ളതാണ്, ഉച്ച കഴിഞ്ഞ്. അത് ചൊല്ലാനായിട്ട് ക്രിസ്ത്യൻ കുട്ടികളെയും കത്തോലിക്ക കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കുക. അവർ ഈ മുസ്ലിം സ്ഥാപനത്തിലുള്ള ചാപ്പലിൽ പോയി ചൊല്ലട്ടെ. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം 12 മണിക്ക് പള്ളിയിൽ മണി അടിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ എന്ന ത്രിസന്ധ്യാ ജപം ഉണ്ടല്ലോ, അതിൽ കർത്താവിൻ്റെ മാലാഖ ചൊല്ലട്ടെ ഈ പള്ളിയിൽ പോയിട്ട്. അപ്പോൾ നമുക്കൊരു ചാപ്പൽ അനുവദിക്കട്ടെ. തീർന്നില്ല. ആദ്യ വെള്ളിയാഴ്ച നമുക്ക് പ്രധാനപ്പെട്ട ദിവസമായിട്ട് നമ്മൾ കണക്കാക്കണേ. ആദ്യ വെള്ളിയാഴ്ചകളിൽ തൊട്ടടുത്തുള്ള വികാരി അച്ഛൻ അവിടെ പോയി ഈ കത്തോലിക്ക കുട്ടികളുടെ കുമ്പസാരം കേൾക്കാനും ദപ്പ ഉപയോഗിച്ച് അവിടെ കുർബാന അർപ്പിക്കാനും സൗകര്യമുണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് നിസ്കാരമുറി അനുവദിക്കാം. അതൊരു മര്യാദയല്ലേ? അങ്ങോട്ടൊന്ന് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും വേണം. അത് പ്രയോഗത്തിലാക്കുക, സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഇത്രയും ചെയ്താൽ ആ പ്രശ്നം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സൂക്ഷ്മമായി നിരീക്ഷണം വേണം. ഒരിക്കൽ അനുവദിച്ചു കൊടുത്താൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കരുത്. പിന്നെ വാസ്തവത്തിൽ എന്താണ് ഇപ്പം നമ്മുടെ പേടി? ക്രിസ്ത്യാനികൾക്കൊരു പേടി, അല്ലെങ്കിൽ കത്തോലിക്കർക്ക് എന്താ പേടി? എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ ഞാൻ നാട്ടിലുള്ള സമയത്തുണ്ടായിരുന്ന അന്നത്തെ ഒരു മുസ്ലിം സമുദായമല്ല ഇപ്പോൾ നാട്ടിലുള്ളത്. 1990 മുതൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അതിന് ചരിത്രപരമായ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ വിശദാംശങ്ങൾ പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയമായിട്ട് മതത്തെ കൂട്ടിക്കെട്ടി ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സകല സ്വഭാവങ്ങളും കാണിക്കുകയും തീവ്രവാദികൾക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇസ്ലാം സമുദായത്തിനുള്ളത്. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശ, അവർ വോട്ട് ബാങ്കായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഒത്താശ ചെയ്യുന്നു. അവന് ഗൗരവം മനസ്സിലാക്കാതെ ഇതൊരു കേരളത്തെ ഭ്രാന്താലയമാക്കി മാറ്റുമെന്ന രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കാതെ ഈ വോട്ട് ബാങ്കിന് വേണ്ടി അവർ ഒത്താശ ചെയ്യുന്നു. കേരളത്തിലും ഇന്ത്യയിലും യഹൂദന്മാരില്ലാത്തത് കൊണ്ട് യഹൂദന്മാർ ചെയ്യുന്നത് മുഴുവൻ തെറ്റും, ഈ തീവ്രവാദികൾ ചെയ്യുന്നത് മുഴുവൻ ശരിയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ അവതരിപ്പിക്കുന്നു. മാധ്യമങ്ങളെല്ലാം അത് ഏറ്റുപിടിക്കുന്നു. അവർക്കും അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിയണം. അല്ലാതെ മനുഷ്യസ്നേഹം ഒന്നും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല, ഈ പറഞ്ഞ പത്രങ്ങൾക്കും ഇല്ല. അതൊക്കെയുള്ളത് ഈ മതം ക്രൂരമാണ് എന്ന് പറയുന്ന ആ മതങ്ങൾക്ക് തന്നെയുള്ളൂ. അവർ പറയും മതം മോശമാണെന്ന് പറയും. പക്ഷെ ആ മതങ്ങൾ തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമങ്ങളോ കാണിക്കുന്ന സ്നേഹത്തിനേക്കാളും വളരെ നന്നായിട്ട് കാണിക്കുന്നത്. അതേസമയം തീവ്രവാദം വന്നാൽ മതം ചീത്തയാകും. മതത്തിൽ തീവ്രവാദം വന്നാൽ മതം ചീത്തയാകും. ഇതാണ് ഇപ്പോൾ ഇസ്ലാം സമുദായത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് ഇസ്ലാം തന്നെയാണ്. അവരാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് ഇച്ചിരി വല്ലതും അനുവദിച്ചാൽ ഒട്ടകത്തിന് തല വെക്കാനായിട്ട് ഇടം കൊടുത്ത പോലെ ആകുമെന്ന പേടി എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? തണുപ്പ് വെച്ചപ്പോൾ എൻ്റെ തലയൊന്ന് വെച്ചോട്ടം ചോദിച്ചു ഒട്ടകം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവനായി ഈ മുതലാളി, സ്ഥലം കൊടുത്ത മുതലാളിയെ ഒട്ടകം പുറത്താക്കുകയും ചെയ്തു. ഇങ്ങനൊരവസ്ഥ ഉണ്ടാകും എന്ന് ഒരു പേടിയാണ്. ഈ ബേത്ലഹേമിൽ യഹൂദന്മാർ ഭരിക്കുന്ന സമയത്ത് 80% ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 20%. ലെബനൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1980-കൾ വരെ അതൊരു കത്തോലിക്ക രാജ്യമായിരുന്നു. ഇപ്പോൾ അത് അവിടെ കത്തോലിക്കൊരു മൈനോറിറ്റിയാണ്. ഏതാനും വർഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ ഇസ്ലാം സമുദായത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവരൊന്ന് മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു പ്രവണത, മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത ഒരു പ്രവണത, അത് ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും പേടി. ഇത് മുസ്ലിം സഹോദരന്മാർ തിരിച്ചറിയണം. കാരണം പേടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എത്ര നാളെ നിൽക്കാൻ പറ്റും?
ഇപ്പം തന്നെ കത്തോലിക്കരുടെ പേടി മാറിയില്ലേ? മുൻപ് ഭയങ്കര പേടിയായിരുന്നു കത്തോലിക്കർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ. ഇപ്പം പേടി മാറി, മരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് പേടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ആവർത്തിക്കുകയാണ്, മാർപ്പാപ്പ ഏത് ഉദ്ദേശത്തോടെ ചെയ്തുവെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തെങ്കിലും നന്മ കാണാതെ അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രം നമുക്ക് വിചാരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിസ്ക് ഫാക്ടർ അല്ലെങ്കിലും ഉണ്ട്, അവിടേക്ക് അനുവദിച്ചാലും ഇല്ലെങ്കിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവിടെയുള്ള സാഹചര്യമല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഓരോ നാട്ടിലെയും അവസ്ഥ കണക്കിലെടുത്താണ് തീരുമാനിക്കേണ്ടത്. അത് മാർപ്പാപ്പ അങ്ങനെ ചെയ്തുകൊണ്ട് ഇവിടെ വേണം എന്ന് പറയുന്നതിനകത്ത് യുക്തിയില്ല. യൂറോപ്പിലുള്ളതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഓരോ നാടിൻ്റെയും സാഹചര്യങ്ങളും സംസ്കൃതിയും ഒക്കെ വ്യത്യാസമുണ്ട്. അതെല്ലാം കണക്കിലെടുത്താണ് ചെയ്യേണ്ടത്. മെത്രാന്മാരും ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെൻറ്റ്, കത്തോലിക്ക സ്കൂൾ മാനേജ്മെൻറ്റ്, ഇവർ പിന്നെ കോമൺ പ്ലാറ്റ്ഫോം പലതുണ്ടല്ലോ, അവരെല്ലാവരും ഒരുമിച്ച് വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ പറഞ്ഞൊരു വ്യവസ്ഥയുണ്ടല്ലോ, ഒരു നിസ്കാരം പറഞ്ഞ് ഞങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞങ്ങൾക്ക് ചാപ്പൽ അനുവദിക്കണം, അവർ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾക്കും അനുവാദം തരണം എന്ന് പറയുക. അത് സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ. അപ്പോൾ പിന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളാണ്. അവസാനമായിട്ടൊരു കാര്യം കൂടി, ക്രിസ്തുവർഷം 70 ഈ ടൈറ്റസ് യുദ്ധം ചെയ്തില്ലേ, ഈ ജെറുസലേം ദേവാലയം തീ വെച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് വിശുദ്ധ നാട്ടിൽ ആട്ടി ഓടിക്കപ്പെട്ടവരാണ് യഹൂദർ. എല്ലാവരും ചിതറിക്കപ്പെട്ടു അവിടെ നിന്ന്. ക്രിസ്തുവർഷം 70. പിന്നെ 1900 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ യഹൂദന്മാർക്ക് തങ്ങളുടെ സ്വദേശത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞുള്ളൂ. ഏകദേശം 1900 വർഷം കഴിഞ്ഞിട്ട്, 1900 ഏകദേശം, അല്ലെങ്കിൽ ഒരു 1800 വർഷം. ഇപ്പോഴത്തെ ഇസ്രായേൽ രാജ്യം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു 1800 വർഷം കഴിഞ്ഞിട്ടാണ്, 1800 വർഷം കർത്താവ് ഈശോ മിശിഹ മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് 2000 വർഷം ആകാൻ പോണേ ഉള്ളൂ, 2033. അപ്പോൾ ഈ 1800 വർഷം നമ്മൾ പറയുന്ന AD എന്ന് പറയുന്ന ആനോ ഡോമിൻ എന്ന് പറയുന്ന ഈ ഇതിൽ 1800 വർഷം ഈ യഹൂദന്മാർ അവരുടെ സ്വദേശമായ ഇസ്രായേലിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നവരാണ്. 1800 വർഷം. എന്നിട്ട് അവർ തിരിച്ചെത്തി ഇസ്രായേൽ സ്ഥാപിച്ചു. അതൊരു രാജ്യമായി, ദേശരാഷ്ട്രമായി. അതേ സമയത്ത് തന്നെ കൊടുത്തതാണ് ഇപ്പോൾ പാലസ്തീൻ രാഷ്ട്രമാകാൻ കൊടുത്തു. അവരായോ? ആയില്ല. 2005 വരെയും ചാൻസ് ഉണ്ടായിരുന്നു, അവരായില്ല. എന്തുകൊണ്ടായില്ല? അവർ തമ്മിൽ പരസ്പരം പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ പാലസ്തീൻ രാഷ്ട്രമായില്ല. ഇപ്പോഴും ദേശരാഷ്ട്രങ്ങളൊക്കെ മുസ്ലിംസിന് വോട്ട് കിട്ടാൻ വേണ്ടി പാലസ്തീൻ രാഷ്ട്രം എന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടായിക്കോട്ടെ, എന്താ വിരോധം? 2005 വരെ ഒക്കെ സാധ്യതയുണ്ടായിരുന്നു, 1936 മുതൽ. എന്തുകൊണ്ട് അവർ ദേശരാഷ്ട്രമായില്ല? ഇപ്പുറത്ത് ഇസ്രായേൽ ദേശരാഷ്ട്രമായി. അപ്പോൾ ഇസായുടെ കരിഞ്ഞുപോയ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും എന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ട് ശരിയായി. യെശയ്യായുടെ പുസ്തകം 11:1. ഇസായി എന്ന് പറഞ്ഞാൽ ജസ്സ എന്ന് പറയും, ദാവീദിൻ്റെ അപ്പൻ. അത് ആ കുറ്റി കരിഞ്ഞു പോയി. എന്നിട്ട് ആ അങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോയ ആ കുറ്റി ഒരു മുള കിളിർത്തു. അതാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ രാജ്യമെന്ന് പൊളിറ്റിക്കലായിട്ട് പറയാം, രാഷ്ട്രവ്യവഹാരത്തിൻ്റെ ഭാഷാ സങ്കേതത്തിൽ. ഇത് ഞാൻ നമ്മുടെ കേരളവും മറ്റൊന്ന് ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുക. തോമാസ് ലീഗ എന്ന ഒരു യഹൂദൻ ഈശോ മിശിഹ എന്ന യഹൂദനെ സ്നേഹിച്ച് ക്രിസ്ത്യാനിയായി. ആ തോമാസ് ലീഗയിൽ നിന്ന് ക്രിസ്ത്യാനികളായവരാണ് ഇന്ത്യയിലെ സുറിയാനി കത്തോലിക്കർ. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി യഹൂദ ബ്ലഡാണ് സുറിയാനി കത്തോലിക്കരുടെ. അടിസ്ഥാനപരമായിട്ട് യഹൂദ ബ്ലഡാണ്, വിശ്വാസപരമായിട്ട് യഹൂദ ബ്ലഡാണ്, യഹൂദൻ്റെ രക്തമാണ് സുറിയാനി കത്തോലിക്കരുടേത്. ആ യഹൂദ രക്തം, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യഹൂദ രക്തം നമ്മിലുണ്ട് എന്ന സത്യം, ക്രിസ്ത്യാനികളിലുണ്ട് എന്ന സത്യം, ഭാരത ക്രിസ്ത്യാനിലുണ്ട് എന്ന സത്യം ആരും മറക്കരുത്. അതിനാൽ ഇപ്പോൾ കുറേ പേര്, സുറിയാനി കത്തോലിക്കരിൽ കുറേ പേര് ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും US-ലേക്കും ജർമ്മനിലേക്കും പോകുന്നുവെന്നും കേരളത്തിൽ അവർ അന്യം നിന്ന് പോകുമെന്നും അതുകൊണ്ട് അവരുടെ സ്വത്തെല്ലാം നമുക്ക് വെട്ടിപ്പിടിക്കാമെന്നും ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇക്കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട്. 1800 1900 വർഷങ്ങൾ കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ചു വരും. അത് യഹൂദൻ്റെ ബ്ലഡാണ്. ഇപ്പോഴത്തെ ഇസ്രായേൽ ലോകം ഭരിക്കുന്നത് പോലെ ഞങ്ങൾ ഭരിക്കുകയും ചെയ്യും. അത് യുദ്ധവും അക്രമവും മൂലമല്ല, ബുദ്ധിയും അന്നത്തെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതും അത് തന്നെയാണ്. അതിനാൽ അടിസ്ഥാനപരമായി സുറിയാനി കത്തോലിക്കർ യഹൂദ ഉത്ഭവമുള്ളവരാണ്. യഹൂദനായ ഈശോ മിശിഹായും യഹൂദനായ തോമാസ് ലീഹായും അവരിൽ നിന്നാണ് സുറിയാനി കത്തോലിക്കർ വിശ്വാസം സ്വീകരിച്ചത്. ആ യഹൂദൻ്റെ ബ്ലഡ് ഞങ്ങളിലുണ്ട്.
അതാരും മറക്കാതിരിക്കുക. ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്, ഉണർത്തരുത്. ഉണർത്തിയാൽ ഞങ്ങൾ അക്രമത്തിലേക്ക് പോകുന്നവരല്ല, യുദ്ധത്തിലേക്ക് പോകുന്നവരല്ല. പക്ഷേ ഉണർത്തിയാൽ അക്രമവും യുദ്ധവും ഇല്ലാതെ തന്നെ ദൈവത്തിൻ്റെ ശക്തിയാൽ തീർത്തും ഇല്ലായ്മയിൽ നിന്ന് പോലും പൊട്ടിമുളയ്ക്കുന്ന ഒരു ബ്ലഡാണത്. ആരും പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, സത്യം പറയുന്നതാണ്. അതിനാൽ ഈശോ മിശിഹായ് ഈ പൗലോസ് ലീഹായോട് ഉത്തമനായ കർത്താവ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് പറയുന്നത്. ഈ ഇരുമ്പാണിൽ തൊഴിക്കുന്നത് നല്ലതല്ല. അങ്ങനെ തൊഴിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചു പോയിരിക്കുന്നത്. ശപിക്കൊന്നുമില്ലത്, ഇത് ചരിത്ര സത്യം പറയുന്നതാണ്. അതിനാൽ നമ്മൾ വല്ലാതെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ പേടിപ്പിക്കാൻ നോക്കുന്നവരോട് പറയേണ്ട വചനവുമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ പ്രായോഗികമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. അവർക്കുള്ള എൻ്റെ മുമ്പിൽ വന്ന ഒരു ആശയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. അത് ശരിയെന്ന് തോന്നുന്നെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ചർച്ച ചെയ്യട്ടെ. ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലേ? പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.